സൗഖ്യം ഔചിത്യമില്ലാതെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. തളർവാദ രോഗിയെ കട്ടിലോടുകൂടി കർത്താവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്ന് സൗഖ്യം ആർജിക്കുന്നു. ദൈവ കരുണയുടെ സമ്പൂർണതയാണ് സുവിശേഷം. 3 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. നിയന്ത്രണത്താൽ വികലാംഗൻ. വിശുദ്ധ ജെറോമിനെ സംബന്ധിച്ചിടത്തോളം ശാരീരിക പക്ഷാഘാതം എന്നത് മനുഷ്യന് സ്വന്തം പ്രയത്നത്താൽ ദൈവത്തിലേക്ക് മടങ്ങുവാനുള്ള കഴിവില്ലായ്മയുടെ ചിത്രമാണ്. തൻ്റെ രക്ഷയെ സൃഷ്ടിക്കുവാനുള്ള മനുഷ്യൻ്റെ കഴിവില്ലായ്മയാണ് താൻ ദൈവവുമായി സന്ധി ചെയ്തുവെന്ന് പറയുവാനുള്ള നിബന്ധനകൾ സ്ഥാപിക്കുക. മുടന്തനോട് സംസാരിക്കുന്നതിനേക്കാൾ ഫരിസേയരോട് അവരുടെ ആത്മാക്കളെക്കുറിച്ച് സംസാരിക്കാൻ കർത്താവ് ഉദ്ദേശിക്കുകയാണ്. ക്രിസ്തു ഫരിസേയരുടെ ഹൃദയങ്ങളിൽ സ്തംഭനാവസ്ഥ കണ്ടു. ദൈവവുമായുള്ള ബന്ധം തങ്ങളുടെ പദവിയും സുഖസൗകര്യങ്ങളും ഭംഗിയായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പെട്ടിയിൽ ദൈവത്തെ ഇടാൻ അവർ ആഗ്രഹിച്ചു. ഞങ്ങൾ ഫരിസേയരെ പോലെ, ഞങ്ങളുടെ പതിവ് പോലെ അവർ എപ്പോഴും വിമർശന ബുദ്ധിയോടുകൂടി കർത്താവിനെ സമീപിച്ചു. അവർ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ വിശ്വാസമോ ദാനമോ ആവശ്യപ്പെടുന്ന ദൈവത്തോട് പൊരുത്തപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. വിശുദ്ധ ആത്മാക്കൾക്ക് ക്രിസ്തു എപ്പോഴും പുതിയതാണ്. അവരോട് എല്ലായ്പ്പോഴും കൂടുതൽ ആവശ്യപ്പെടുന്നു. അതിൻ്റെ ഫലമായി ക്രിസ്തുവിൻ്റെ പുതിയ അനുഭവങ്ങൾ അവരിൽ നിറയുന്നു. ദൈവത്തിന് അവരുമായി എന്തു ചെയ്യാനാകുമെന്ന് നിയന്ത്രിക്കാൻ അവർ വിസമ്മതിക്കുന്നതിനാൽ അവരുടെ സ്നേഹം ഒരിക്കലും പഴകിപ്പോകുന്നില്ല. വിശ്വാസം എപ്പോഴും നവ്യമാണ്. എന്നാൽ വിശ്വാസം തങ്ങളെ തന്നെ സ്പർശിക്കുവാൻ അനുവദിക്കാതെ ദൈവ ഇടപെടലിന് തങ്ങളെ വിട്ടുകൊടുക്കാതെ നിലകൊണ്ട ഫരിസേയരെ സംബന്ധിച്ചിടത്തോളം അത് നിർജീവവുമാണ്. 2. ഒരേ ഒരു യഥാർത്ഥ പ്രശ്നം പാപമാണ്. തളർവാദ രോഗിയും അവൻ്റെ കൂട്ടാളികളും എത്തുന്നത് ശാരീരിക സൗഖ്യത്തിനു വേണ്ടി മാത്രമാണ്. എന്നിരുന്നാലും ക്രിസ്തുവിൻ്റെ മുൻഗണനാ പട്ടികയിൽ ഒന്നാമത്തേത് ഇതല്ല. പകരം ഒന്നാമത്തേത് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവബന്ധത്തിന് പല കാരണങ്ങൾ ഉണ്ടാകാം. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനുമായി ബന്ധപ്പെടുവാൻ ഏക കാരണമാണ് ഉള്ളത്. അത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ്. കർത്താവ് പറയും, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, മേലിൽ പാപം ചെയ്യരുത്. ജീവിതത്തിൻ്റെ പ്രധാന പ്രശ്നം വിശുദ്ധിയെക്കുറിച്ചുള്ളതും വിശുദ്ധിയുടെ പ്രധാന തടസ്സം പാപം എന്ന ബന്ധനവുമാണ്. അത് നീക്കം ചെയ്യുന്നതാണ് ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ലക്ഷ്യം. ആഴത്തിൽ ഉള്ള പാപബന്ധനങ്ങളും അഹംഭാവമുള്ള ജീവിതശൈലിയും മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മയും ദൈവത്തെയും തമ്മിലുള്ള ബന്ധത്തെ അകറ്റുകയും അലട്ടുകയും ബന്ധനത്തിൽ നിലനിർത്തുകയും ചെയ്യുന്നത്. 3. ദൈവത്തിൻ്റെ മറുപടികൾക്കായി കാത്തിരിക്കുക. ധൈര്യമായിരിക്കുക മകനെ, നിന്റെ പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. തളർവാദ രോഗിക്കും ക്രിസ്തു സൗഖ്യത്തിനും മധ്യേ സംഭവിക്കുന്ന സമയം ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരാശയുണ്ടാക്കുന്ന സമയമാണ്. ആ കാത്തിരിപ്പിൽ ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണം വരുന്നു. രക്ഷയുടെ പദ്ധതിയിൽ നമ്മുടെ പങ്ക് നിർവഹിക്കപ്പെടുന്നു. ഒരു കുട്ടിയുടെ ആഗ്രഹങ്ങളുടെ തൽക്ഷണ സംതൃപ്തി അവൻ്റെ മാതാപിതാക്കളുടെ സ്നേഹനിർഭരമായ പിന്തുണയുടെ അർത്ഥത്തെ നശിപ്പിക്കുന്നു. ക്രിസ്തീയ പക്വതയിലെത്താൻ നാം വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഗുണങ്ങൾ രൂപപ്പെടുത്തണം. രോഗശമനം തേടുന്നത് നമ്മുടെ സ്വയം കേന്ദ്രീകൃതമായ ദുരിതാശ്വാസ പ്രവർത്തനമെന്നതിലുപരി ദൈവഹിതത്തിൻ്റെ ഭാഗമായി വേണം. ഇതിന് സമയമെടുക്കും. എന്നിട്ടും ആ ഇടവേളയിൽ വിശ്വാസത്തിൻ്റെ ഇരുണ്ട രാത്രിയിൽ എന്തോ സംഭവിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ നാം മാറ്റപ്പെടുകയാണ്. ഉയർത്തെഴുന്നേൽക്കുവാനുള്ള കൽപ്പന
തളർവാത രോഗിയുടെ ആത്മാവിൽ ഇതിനകം സംഭവിച്ച എന്തെങ്കിലും സ്ഥിരീകരിക്കുന്നതിനോ ദൃശ്യമാക്കുന്നതിനോ മാത്രമായി തോന്നുന്നു. വിശ്വാസത്തിലൂടെയും ബോധ്യങ്ങളിലൂടെയും ക്രിസ്തു അവൻ്റെ ആത്മാവിനെ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് സഹായമായി നിൽക്കുകയാണ് അവനെ എടുത്തുകൊണ്ട് യേശുവിൻ്റെ അരികിലേക്ക് വന്നവരുടെ വിശ്വാസം. പ്രിയരെ, നമ്മുടെ വിശ്വാസ ജീവിതം ദൈവ പദ്ധതിക്ക് അനുയോജ്യവും ക്രിസ്തു എന്നിൽ ഇടപെടുവാൻ വേണ്ടിയുള്ള ആത്മീയ പക്വതയിലും നിന്നാകട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.